ആ വാചകം കേട്ടതും അഞ്ജലി തകർന്നുപോയി. അഗ്നി തന്റെ പിയോട് ആംഗ്യം കാണിച്ച് ഓഫീസ് പോലീസുകാർ കടന്നുവന്നു. ഒരു കമ്പനിയുടെ രഹസ്യം ചോർത്താൻ ശ്രമിച്ചതും സഹപ്രവർത്തകയെ അപമാനിക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചതും ഓഫീസ് മോഷണം നടത്തിയതിനും നിന്നെ നിയമത്തിന്റെ മുന്നിൽ നിർത്തും അഞ്ജലി. കൂടാതെ ഫിനിക്സ് ഗ്രൂപ്പിന്റെ ലീഗൽ ടീം നിനക്കെതിരെ ഫയൽ ചെയ്യുന്ന മാനനഷ്ട കേസ് നിന്റെ കരിയർ തന്നെ അവസാനിപ്പിക്കും. അഞ്ജലി പോലീസ് കൊണ്ടുപോകുമ്പോൾ അവൾ മാളവികയെ ഒന്ന് നോക്കി. അതിനാൽ അസൂയയും പകയും തിളക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ. എന്നാൽ മാളവിക ആ നോട്ടത്തെ സങ്കടം വന്നു. ഈ വിവരം അച്ഛനറിഞ്ഞാൽ തകർന്നു പോവും അവൾ മനസ്സിലോർത്തു. അഗ്നി മാളവികയുടെ അടുത്തേക്ക് തിരിഞ്ഞു. മാളവിക, നിന്റെ സമയോചിതമായ ഇടപെടലുകളും ഈ പ്രതിസന്ധി ഘട്ടത്തിലും നീ കാണിച്ച ആത്മവിശ്വാസവുമാണ് നമ്മളെ രക്ഷിച്ചത്. ഈ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കാൻ ഈ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഹെഡായി ഞാൻ നിന്നെ നിയമിക്കും. മാളവികക്ക് വിശ്വസിക്കാനായില്ല. താൻ അനുഭവിച്ച അഭിമാനങ്ങൾക്കെല്ലാം വലിയൊരു അംഗീകാരമായി പ്രഖ്യാപനം മാറി. വിവേക് അടുത്തു വന്ന് അവൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു. പക്ഷേ അപ്പോഴും അവളുടെ ഉള്ളിൽ അഞ്ജലിയെക്കുറിച്ച് ആദിയാണ്. ഗ്രൂപ്പിലെ ആ നടുക്കവും ആശങ്കയും മാറി പുതിയൊരു തുടക്കത്തിന് വഴിയൊരുങ്ങി. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആഡംബരം ഒളിച്ചിരിക്കുന്ന ആ ഹൈടെക് മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ഒരു വലിയ ലാപ്ടോപ്പിന്റെ നീല വെളിച്ചം മാത്രം ആ സ്ത്രീയുടെ മുഖത്തേക്ക് പതിഞ്ഞു. സ്ക്രീനിൽ തെളിയുന്ന ഫിനിക്സ് ഗ്രൂപ്പിലെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ പക ജ്വലിച്ചു. അഞ്ജലിയുടെ പരാജയം കണ്ടതും അവൾ നിയന്ത്രണം വിട്ടുപോയി. വീണ്ടും അഞ്ജലി തോറ്റിരിക്കുന്നു. അവളുടെ ശബ്ദത്തിൽ വെറുപ്പിന്റെയും നിരാശയുടെയും കയ്പുണ്ടായിരുന്നു. ദേഷ്യം അടക്കാനാവാതെ അവൾ തന്റെ വില കൂടിയ സ്മാർട്ട് ഫോൺ ചുവരിലേക്ക് ആഞ്ഞെറിഞ്ഞു. അത് പൊട്ടിത്തെറിച്ച് ശബ്ദം മുറിയിൽ മുഴങ്ങിക്കേട്ടു. ഇനി അവനെ ഇറക്കേണ്ട സമയമായി, അവൾ സ്വയം മന്ത്രിച്ചു. അതേസമയം അടച്ചിട്ടിരുന്ന ആഡംബര മുറിയുടെ വാതിൽ ശബ്ദമില്ലാതെ തുറക്കപ്പെട്ടു. 6 അടി ഉയരമുള്ള ഒത്ത ശരീരപ്രകൃതിയുള്ള ഒരു പുരുഷൻ അകത്തേക്ക് കടന്നു വന്നു. തികച്ചും അച്ചടക്കമുള്ള വസ്ത്രധാരണം, മുഖത്ത് നിഗൂഢമായൊരു പുഞ്ചിരി. അവന്റെ ഓരോ ചുവടിലും ആത്മവിശ്വാസം നീലിച്ചിരുന്നു. അവൾ പതുക്കെ തിരിഞ്ഞു നിന്നു. വല്ലാത്തൊരു ആവശ്യത്തോടെ അവൾ അവനെ നോക്കി. ഹായ് ക്രിസ്റ്റി, അവൾ വിളിച്ചു. ക്രിസ്റ്റി മറുപടിയൊന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവന്റെ സാന്നിധ്യം തന്നെ മുറിയിലെ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചിരുന്നു. അവൾ അവനോടടുത്തേക്ക് നടന്നു. ഇനി നിനക്കുള്ള സമയമാണ് ക്രിസ്റ്റി. നീ വേണം കണിമംഗലം വേരുകൾ തന്നെ അറുത്തു മാറ്റാൻ. അവളുടെ ശബ്ദത്തിൽ പ്രതികാരത്തിന്റെ തീക്കനലുണ്ടായിരുന്നു. അവൾ തുടർന്നു. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പപ്പയും സേതുമാധവനും കൂടി തുടങ്ങിയതാണ് ഈ കമ്പനി. വിയർപ്പൊഴുക്കിയതും പപ്പയാണ്. പക്ഷെ അവസാനം അയാൾ പുറത്താക്കി എല്ലാം തട്ടിയെടുക്കുകയായിരുന്നു ആ സേതുമാധവൻ. കണിമംഗലത്തിന്റെ തണൽ സുഖിക്കാൻ ഇനി അവന് മാത്രമായിട്ട് അനുവദിച്ചുകൂടാ. നീ ഇതിനു പകരം ചോദിക്കണം ക്രിസ്റ്റി. സേതുമാധവന്റെ മകൻ അഗ്നിയെ തകർത്ത് ആ സാമ്രാജ്യം നമുക്ക് തന്നെ തിരിച്ചു പിടിക്കണം. ക്രിസ്റ്റി തന്റെ ഷർട്ടിന്റെ ബട്ടണൊന്ന് ശരിയാക്കി. അവന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി അപ്പോൾ വിരിഞ്ഞു. അത് സംഭവിക്കും. അവന്റെ ശബ്ദം ഭാരമുള്ളതായിരുന്നു. ഏത് കൊടുങ്കാറ്റിനെയും തകർക്കാൻ പോകുന്ന ഉറപ്പ് അതിലുണ്ട്. കണിമംഗലത്തിന്റെ ഭിത്തികൾ ഇനി അംഗം തുടങ്ങാൻ പോകുന്നു എന്ന മുറിയിലെ വായു പോലും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ടിവിയിൽ മാളവികയെ വിലങ്ങണയിച്ച് കൊണ്ടുപോകുന്ന പോലീസ് ദൃശ്യം കണ്ടതും അഞ്ജലിയുടെ അമ്മ അലറിക്കരഞ്ഞുപോയി. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവർ വേഗത്തിൽ ഹരിദാസിനെ വിളിച്ചു. ഹരിദാസേട്ടാ, പെട്ടെന്ന് തന്നെ നമുക്കൊരു വക്കീലിനെ കണ്ടെത്തണം. എങ്കിലേ നമ്മളുടെ മോളെ പുറത്തിറക്കാൻ പറ്റൂ. അവളെന്തോ അബദ്ധം കാട്ടി. അഞ്ജലി മോള് ഓഫീസിൽ നിന്നും കൊണ്ടുപോയി. ഇനി നമ്മൾ എന്തു ചെയ്യും? അവളെ പുറത്തിറക്കേണ്ട കയ്യിലാണെങ്കിൽ നയാ പൈസയുമില്ല, അവൾ ആദിയോടെ പറഞ്ഞു. എന്നാൽ അപ്പുറത്തു നിന്നും മറുപടിയൊന്നും കേട്ടില്ല. അവർ വീണ്ടും പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മനുഷ്യ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഹരിദാസ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കടയിലെ തിരക്കുള്ള സമയമാണിത്. അപ്പോഴും കൗണ്ടറിലെ ടിവിയിൽ മകളെ കൊണ്ടുപോകുന്ന ദൃശ്യം തെളിയുന്നുണ്ട്. അവിടെയുള്ള ഓരോരുത്തർക്കും അത് നോക്കി മന്ത്രിക്കുന്നത് അയാളെ വല്ലാതെ അലോസരപ്പെടുത്തി. ആ നോട്ടത്തിൽ സഹിക്കാനാവാതെ അയാൾ ദേഷ്യത്തോടെ ടിവി ഓഫ് ചെയ്തു. ഇത് അഞ്ജലി മോളല്ലേ? പാവം, അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ പോലീസ് കൊണ്ടുപോയത്? കടയിലുണ്ടായിരുന്നവർ ചോദിച്ചു. ന്യൂസിൽ അവൾ ചെയ്ത കുറ്റത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടെ ഹരിദാസിനെ നോക്കി. ഇങ്ങനെയും ഈ പെൺകുട്ടി ചെയ്തു പോയോ എന്ന രീതിയിൽ. നീ ഇപ്പോൾ ഫോൺ വെക്ക, ഇവിടെ നിറയെ ആളുകളാണ്, ഹരിദാസ് ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്കൊപ്പവും നിങ്ങളുടെ കാര്യം തന്നെയല്ലേ വലുത്? അഞ്ജലിയുടെ അമ്മ തിരിച്ചു ചോദിച്ചു. അതെ, അതുതന്നെയാണ്. നീ ഫോൺ വെക്ക്. അയാൾ ദേഷ്യം കൊണ്ട് ഫോൺ കട്ട് ചെയ്തു.
അതേസമയം കോളേജിലിരുന്ന് ഫോണിൽ വാർത്ത കണ്ട കണ്ണൻ അപ്പാടെ തകർന്നു പോയി. അഞ്ജലി സ്റ്റേഷനിലേക്ക് എത്തും മുൻപേ മാളവിക ഒരു വക്കീലിനെ ഏർപ്പാടാക്കി ആവശ്യമായ പണം അവൾ അയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. കണ്ണനെ വിളിച്ച് വക്കീലിനെ പോയി കാണാനും അവൾ നിർദ്ദേശിച്ചു. വീട്ടുകാരുടെ പേര് ചീത്തയാകരുതെന്ന് കരുതി കണ്ണനും വേഗത്തിൽ തന്നെ വക്കീലുമായി സ്റ്റേഷനിലേക്കെത്തി. സ്റ്റേഷനിലേക്ക് കയറിയ കണ്ണൻ കണ്ടത് കൈവിലങ്ങണിഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്ന അഞ്ജലിയെയാണ്. അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരേ സമയം നിറഞ്ഞു. വക്കീൽ പോലീസുകാരനോട് കാര്യങ്ങൾ തിരക്കി. ആ കമ്പനിക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും 5 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും അവരുടെ വാശി. ആ തുക കേട്ടതും കണ്ണൻ തകർന്നുപോയി. അവൻ പുറത്തേക്കിറങ്ങി മാളവികയെ വിളിച്ചു. ആകെ പതറിപ്പോയ അവർ ഒടുവിൽ അഗ്നിയുടെ കാൽ വീണ് അപേക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ഈ കേസ് ഒത്തുതീർപ്പാക്കണം സർ, പ്ലീസ്. അല്ലെങ്കിൽ 5 കോടി രൂപ അവർക്ക് നൽകണമെന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ ചെറിയൊരു കൂൾബാർ നടത്തുന്ന ആളാണ്. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സ്വത്തോ പണമോ ഒന്നുമില്ല. ദയവ് ചെയ്ത് സഹായിക്കണം. ഇനി അഞ്ജലി ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അച്ഛന് ഇതൊന്നും താങ്ങാനും കഴിയില്ല. മാളവിക കരഞ്ഞു പറയുന്നത് കേട്ട് അഗ്നിക്ക് സഹതാപം തോന്നി. തന്നെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും വെറുത്തിട്ടും ഇത്രയധികം സ്നേഹിക്കുന്ന മാളവികയെ നോക്കി അഗ്നി അല്പം നേരം നിന്നുപോയി. ഫോണിലൂടെ കണ്ണനും അഗ്നിയുമായി സംസാരിച്ചു. അവസാനം അഗ്നി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്നാൽ ഒരു നിബന്ധന വെച്ചു. അഞ്ജലി മാളവികയോട് മാപ്പ് പറയണം. എല്ലാം ഒത്തുതീർപ്പാക്കി അഞ്ജലി പുറത്തിറങ്ങി. തിരികെ വണ്ടിയിൽ കയറുമ്പോൾ അഞ്ജലി മൗനമായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ അപ്പോഴും മാളവികയോടുള്ള അടങ്ങാത്ത തിളക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അഞ്ജലിയെ കണ്ടതും അമ്മ ഓടിയെത്തി. അഞ്ജലിയാകട്ടെ ഒരുതരം ശൂന്യതയോടെ അമ്മയെ ഒന്ന് നോക്കി. അടുക്കളപ്പുറത്തെ ഇരുളിൽ അമർഷം കടിച്ചമർത്തി നിൽക്കുകയാണ് അഞ്ജലി. അമ്മയുടെ ചോദ്യം ഒരു കൂരെറുമ്പ് പോലെ അവളെ നെഞ്ചിൽ തറച്ചു. എന്തിനാ അഞ്ജലി മോളെ, എന്തിനാ നീ ഇത്രയും വലിയൊരു ചതി ആ കമ്പനിയോട് ചെയ്തത്? നീ ഇത്രയും കാലം സമ്പാദിച്ചതും നമ്മൾ ഉണ്ടതും എല്ലാം ആ കമ്പനിയിൽ നിന്നല്ലേ? പിന്നെ എന്തിനെ നീ അതെല്ലാം ചെയ്തു? അമ്മയുടെ ശബ്ദത്തിലെ വിറയൽ അഞ്ജലിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൾ തിരിഞ്ഞു നോക്കി അമ്മയുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അഗ്നിയുടെ മുന്നിൽ വെച്ച് എൻ്റെ വിവേകിനെ കൊണ്ട് അവൾ മാപ്പ് പറയിപ്പിച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എൻ്റെ വിവേകിൻ്റെ അഭിമാനം തകർക്കാൻ നിന്ന ആ മാളവികയെ തകർക്കാൻ ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റല്ല അമ്മേ. സംസാരം കേട്ട് ഉമ്മറത്ത് നിന്നും കണ്ണൻ അങ്ങോട്ട് നടന്നു വന്നു. അവൻ്റെ മുഖത്ത് പുച്ഛം കലർന്ന ഒരു ചിരിയുണ്ടായിരുന്നു അപ്പോഴും. കൊള്ളാം, നന്നായിട്ടുണ്ട്. കുഞ്ഞേച്ചിയോടുള്ള ദേഷ്യത്തിന് ചേച്ചി കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കാരണം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ വല്യേച്ചി ചെയ്ത ചതികൾ? ജോലി പോയത് മിച്ചം. ഇനി എന്തെങ്കിലും പുതുതായി പ്ലാൻ ചെയ്യുന്നുണ്ടോ വല്യേച്ചി? അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അഞ്ജലി അവനെ തുറിച്ചു നോക്കി. അതേടാ, എനിക്ക് ഇനിയും പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. നീ എന്തിനാ അതെല്ലാം അന്വേഷിക്കുന്നത്? നിന്റെ കാര്യം നോക്കി നീ പോയാൽ മതി. അവളുടെ ഉള്ളിൽ മാളവികയോടുള്ള പക അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ തനിക്ക് തടസ്സമായി നിൽക്കുന്നവൾ. കാണാൻ സുന്ദരിയാണ്. എല്ലാവർക്കും അവളുടെ ഒരു അടുപ്പവുമുണ്ട്. അത് കാരണം ഒരു കുറവ് മാത്രം പറയാനുള്ളത് അവളുടെ കേൾവിശക്തി കുറവ് മാത്രമാണ്. പക്ഷെ ആ പോരായ്മ പോലും അവളുടെ അടുത്തേക്ക് വരുന്നവരെ ബാധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അഞ്ജലിയുടെ വലിയ അസൂയ അപ്രതീക്ഷിതമായി തിരിച്ചടി. പെട്ടെന്നാണ് അഞ്ജലിയുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവളുടെ നെഞ്ചടിപ്പ് കൂടി. വിറക്കുന്ന കൈകളോടെ അവൾ ഫോണെടുത്തു. എന്തായി അഞ്ജലി, ജോലി പോയി എന്ന് കേട്ടല്ലോ? മറുതലക്കിൽ സ്ത്രീയുടെ ഗൗരവമേറിയ ശബ്ദം. അഞ്ജലി മറുപടി കിട്ടിയില്ല. അവളുടെ തൊണ്ട വറ്റി വരണ്ടു. ഒരു കാര്യം ഓർത്തുക്കോ, തനിക്ക് ഞാൻ ഓഫറായി തന്ന ആ പണം അത്രയും ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു വേണം. ലക്ഷങ്ങൾ തന്നത് നിന്നെ സഹായിക്കാനല്ല, എൻ്റെ കാര്യങ്ങൾ സാധിക്കാനായിരുന്നു. അത് ഇനി നടക്കില്ല. അതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ പണമിടപാടുകളും എനിക്ക് തിരിച്ചു നൽകിയേക്കണം നീ, അവൾ ഭീഷണ സ്വരത്തോടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കാൾ കട്ടായി. അഞ്ജലി ആകെ തളർന്നു പോയി. ശരിയാണ്, അഗ്നിയുടെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കാൻ അവരിലേക്ക് എത്തിക്കാനേ ഒരുപാട് പണം അവൾ ആ സ്ത്രീയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് മാളികയെ കൊടുക്കാൻ ആ ഫയൽ എടുത്തു മാറ്റിയത്. പക്ഷെ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഈ വീട്ടിലാണെങ്കിൽ തിരിച്ചു നൽകാൻ ഒരു തരി പൊന്നുമില്ല. എനിക്ക് ജോലിയുമില്ല. ദൈവമേ, ആകെയുള്ളത് ഈ വീടിൻ്റെ ആധാരമാണ്. ഇനി അതും ആ സ്ത്രീക്ക് കൊടുക്കേണ്ടി വരുമോ? അവൾ തലയിൽ കൈവച്ച് നിലത്തിരുന്നു പോയി ആലോചിച്ചു.